നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് വെള്ളയപ്പമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഇവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലാണ് 1.5 കപ്പ് എടുത്തേക്കുന്നത്. സോണ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരണ്ടി എടുത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ റൈസ്. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊന്നും നമ്മളിങ്ങനെ സെപ്പറേറ്റ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടിയിട്ട് തന്നെ ഒരുമിച്ച് തന്നെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അന്നേരം നമുക്ക് ജാറിലേക്ക് റൈസ് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. തേങ്ങ ചേർക്കാം. റൈസ് ചേർക്കാം. ഇത് ആദ്യം തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളത് കൂടിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് അരഞ്ഞെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെള്ളം പോലെ ഇരിക്കണം മാവ്. ഇതൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവ് നന്നായിട്ട് പൊന്തി. അപ്പം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുടാം. ഈ വെള്ളയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇല്ലെങ്കിലും നമുക്ക് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ചാലും നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോൾ നല്ല കുഴിയുള്ളൊരു സ്പൂണാണെങ്കിൽ കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ നമുക്ക് എടുത്ത് ഒഴിക്കാൻ പറ്റും. ഒരു സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചുറ്റിക്കാം.